ഏറ്റവും നിർണായകമായ ഒരു അഭിമാന മുഹൂർത്തം തന്നെയാണ് ഈ ജനുവരി 22, അതായത് നാളെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ഒരു രാഷ്ട്രമാണ്. നീണ്ടുനിന്ന ഒരു സാംസ്കാരിക ധാര നമുക്കുണ്ട്. നിൽക്കുന്ന ഒരു സാംസ്കാരിക ധാരയുടെ ഉടമസ്ഥരാണ് നമ്മൾ. ഒട്ടനവധി ആക്രമണങ്ങൾ ലോകത്തെ ഒരു രാഷ്ട്രവും നേരിടാത്ത രീതിയിൽ വൈദേശികമായ ആക്രമണങ്ങൾ നേരിട്ടൊരു രാഷ്ട്രം. ആ രാഷ്ട്രം അതിന്റെ നിലനിൽപ്പിന് വേണ്ടി, അതിന്റെ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഒട്ടനവധി പോരാട്ടങ്ങളും നടത്തിയ ചരിത്രം ഭാരതത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. നമുക്കറിയാം, ഭാരതത്തിലേക്ക് കടന്നു വന്ന് ഭാരതത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള വിദേശ ആക്രമണകാരികളുടെ നീണ്ട പരമ്പരകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കതിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്, ഭാരതം പല സന്ദർഭങ്ങളിലും പരാജയപ്പെട്ടിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും വൈദേശിക ആക്രമണകാരികളുടെ ആക്രമണത്തിന് വിധേയമാവുകയും നമ്മുടെ രാജ്യം നീണ്ടകാലം അടിമത്തത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. അതും യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു കാലത്തും പരാജയം സമ്മതിക്കാത്ത ലോകത്തെ ഒരു രാഷ്ട്രമാണ് ഭാരതം. അത് ബ്രിട്ടീഷുകാര് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലായാലും, അതിനു മുൻപ് മുഗള ഭരണകൂടങ്ങൾ, മുഗള ശക്തികൾ, ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലായാലും, പോർച്ചുഗീസിന്റെ ആക്രമണം നടന്ന കാലഘട്ടത്തിലായാലും ഒക്കെ നമുക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അടിമകളായി മാറിയിട്ടുണ്ട്. ആ ഭരണത്തിന് കീഴിൽ നമ്മളെ അങ്ങേയറ്റം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ആ ഭരണത്തിനെതിരായി നിരന്തരം പോരാടിക്കൊണ്ടിരുന്ന ഒരു ജനസമൂഹം കൂടിയാണ് ഭാരതീയർ എന്നുള്ളതാണ് ചരിത്രം. നമുക്ക് ചരിത്രത്തിന്റെ ആ വശങ്ങളിലേക്ക് കടക്കണം, കാരണം അത് ഒരുപാട് വിശാലമായിട്ടുള്ള ചരിത്രം നമുക്കതിലൂടെ കാണാൻ സാധിക്കും. ഒരു കാലത്തും പരാജയം സമ്മതിക്കാതെ നിരന്തരം പോരാടിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രത്തിന്റെ സ്വാഭിമാനം വീണ്ടെടുക്കാൻ, തങ്ങളുടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ, അത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും, വനവാസികൾ, തീരദേശവാസികൾ, സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർ, നമുക്കറിയാം ഛത്രപതി ശിവാജിയുടെ ഒക്കെ വിജയം വനവാസികളുടെ പിന്തുണയോട് കൂടിയിട്ടാണ്, ട്രൈബൽസിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് ഛത്രപതി ശിവാജി ആ ഔറംഗസീബിനെതിരായിട്ടുള്ള യുദ്ധം നയിച്ചത്. പഴശ്ശി രാജാവിന്റെ പടയാളികൾ എന്ന് പറയുന്നവര് കുറിച്യരും കുറുമുരുക്കെയാണ് വയനാട്ടിലെ. അപ്പോ അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും തങ്ങളുടെ സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കാൻ, രാഷ്ട്രത്തിന്റെ സ്വാഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുള്ള നിരന്തരമായ ചരിത്രം നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിൽ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ രാഷ്ട്രത്തിന്റെ മേൽ ഒരു കളങ്കമായി നിലകൊണ്ടിരുന്ന പല സ്മാരകങ്ങളും ചിഹ്നങ്ങളും നമ്മുടെ രാഷ്ട്രത്തിലുണ്ടായി. നമുക്കറിയാം, ജോർജ് അഞ്ചാമന്റെ പ്രതിമ നമ്മുടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. വിക്ടോറിയ രാജ്ഞിയുടെ സ്മാരകം ഉണ്ടായിരുന്നു. അപ്പൊ അത്തരം സ്മാരകങ്ങളും പേരുകളും ചിഹ്നങ്ങളും ഒക്കെ നമ്മൾ ഒഴിവാക്കി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 1948 നമ്മുടെ രാഷ്ട്രം സ്വാതന്ത്ര്യം കിട്ടി 1 വർഷം പൂർത്തിയായപ്പോൾ നമ്മുടെ സോമനാഥ ക്ഷേത്രം വൈദേശിക അക്രമിയായിട്ടുള്ള മുഹമ്മദ് ഗസ്നിയുടെ നിരന്തര ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടു. അത് പുനരുദ്ധരിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തത് നമ്മുടെ രാഷ്ട്രത്തിന്റെ നായകന്മാരാണ്. മഹാത്മാഗാന്ധിജിയുടെ അനുഗ്രഹാശിസുകളോടെ KM മുൻഷിയുടെയും അതേപോലെ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും പരിശ്രമ ഫലമായിട്ടാണ് സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടത്. അന്ന് രാജേന്ദ്ര പ്രസാദ് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം വളരെ പ്രസക്തമാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞത്, 1200 വർഷക്കാലമായി നിലനിൽക്കുന്ന ഭാരതത്തിന് മേലുള്ള അടിമത്തത്തിന്റെ കളങ്കം ഈ ഗുജറാത്തിലെ ഈ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിലൂടെ, അത് നവീകരിക്കപ്പെട്ടതിലൂടെ കഴുകിക്കളയുകയാണ് നാം ചെയ്തത് എന്നാണ്. ഇത് പ്രസംഗിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ നേതാവായിരുന്ന, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന രാജേന്ദ്ര പ്രസാദ്. ആ അഭിപ്രായം ആയിരുന്നില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്. അത് വേറെ കാര്യം. ജവഹർലാൽ നെഹ്റുവിന്റെ അഭിപ്രായമാണ് സർവ്വസമ്മതമായിട്ടുള്ളത് എന്നുള്ള നിലപാടൊന്നും എനിക്കില്ല.